ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ കറികളില്ലാതെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതിനായി ആദ്യം തന്നെ ഞാനിവിടെ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് അവൽ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് വറുത്ത റവയാണ് ഇട്ട് കൊടുക്കുന്നത്. മെഷർമെൻറ്റ് കപ്പിൻ്റെ അര കപ്പിന് ഒരു 1/4 കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തൈരാണ്. പുളിയുള്ളതോ പുളിയില്ലാത്തതോ ആയിട്ടുള്ള തൈര് 3 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കാം. ചില ആൾക്കാർക്ക് പുളിപ്പുള്ളതായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് പുളിപ്പില്ലാത്തതായിരിക്കും ഇഷ്ടം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അര കപ്പ് അളവിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാൻ ഈ ഒരു വെള്ളം പോരാതെ വരും. നമ്മളിപ്പോൾ ആദ്യം അര കപ്പ് ഒഴിച്ചു കൊടുത്തു. ഇനി അവിലൊന്ന് കുതിർന്ന് വരും. അപ്പോൾ ഒന്നും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മുടെ പലഹാരം നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ഒരു നുള്ള് സോഡാപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു അര കപ്പിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇനി അരച്ചെടുക്കുമ്പോഴാണ് ബാക്കി ഒഴിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ വീണ്ടും ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഈ ഒരു അര കപ്പിന് തന്നെ. ഇനി ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അര കപ്പിന് 3.5 കപ്പ് വെള്ളമാണ് ഇതുവരെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ ഒരു പരുവാണ് ഇപ്പോൾ ഇത്. ഇപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കൈകൊണ്ട് ഇതുപോലെ തുടച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി വന്ന ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പത്തിൻ്റെ മാവോ ദോശമാവോ ഇഡ്ഡലി മാവോ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതൊന്നുകൂടി നന്നായിട്ട് കുതിർന്ന് വരാനുണ്ട്. ഈ ഒരു അവലും മാവൊക്കെ ഒന്ന് സെറ്റ് ആവണം. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഇത് 40-45 മിനിറ്റോളം ഞാനിതൊന്ന് കുതിർന്ന് വരാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നന്നായിട്ട് കുതിർന്ന് വന്നു. അതുപോലെ തന്നെ മാവിന് കുറച്ചുകൂടി ഒരു പൊലിപ്പവും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇത് ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ദോശയൊക്കെ ചുടാനായിട്ട് എടുക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഈ മാവ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഇളക്കി കൊടുക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കറക്റ്റ് ഒരു പരുവം. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം സബോള കട്ട് ചെയ്തതോ ചോപ്പ് ചെയ്തതോ ആയിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചോപ്പ് ചെയ്താണ് എടുത്തിട്ടുള്ളത് എല്ലാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റും ക്യാപ്സിക്കും ആണ്. കറിവേപ്പില മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. ഈ മാവ് അരച്ചെടുക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതുകൊണ്ട് ഇനി ഇതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, കറക്റ്റാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതൊന്ന് ചുട്ടെടുക്കാം. അതിനുവേണ്ടി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തു. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 2 കൈയിൽ മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാ ദോശയെ പോലെ നല്ല നൈസായിട്ടല്ല, കുറച്ച് കട്ടിയിലാണ് ഇത് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കൈയിൽ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് വെന്ത് വരുമ്പോൾ ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട, വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഓയിൽ ഒഴിച്ചു കൊടുത്താൽ എന്നിട്ട് ഇത് ചുട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുള്ളവർ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം വെന്തതിന് ശേഷം ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. അടുത്തതായി വീണ്ടും ഇതിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും 2 കൈയിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കുറച്ചൊന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ ഒരു ഭാഗം വെന്തതിന് ശേഷം നമുക്കിതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഞാനിവിടെ എല്ലാം ചുട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടമാവും. കറികളോട് കൂടിയോ കറികളില്ലാതെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.